ഒരിക്കൽ ഒരു രാജാവിന് ഒരു ആഗ്രഹമുണ്ടായി. പക്ഷിയെപ്പോലെ തനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദൂരേക്ക് പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു എന്ന്. ആഗ്രഹിച്ച രാജാവിനും ഇപ്പോൾ ഇത് കേൾക്കുന്ന നമുക്കും ഒരേപോലെ അറിയാം, ഈ ആഗ്രഹം ഒരിക്കലും സാധിക്കാത്ത ഒരു സ്വപ്നം മാത്രമാണെന്ന്. ഇത്തരത്തിൽ ഒരിക്കലും നടക്കാത്ത അയഥാർത്ഥമായ ആഗ്രഹങ്ങൾ പറയുന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു രീതിയുണ്ട്. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാൻ ഒരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ ഫാർ അവേ, ഞാൻ ദൂരേക്ക് പറന്നു പോകുമായിരുന്നു. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാനൊരു പക്ഷിയല്ല, ഞാൻ ഒരിക്കലും ഒരു പക്ഷി ആവുകയുമില്ല, പക്ഷേ ആയിരുന്നെങ്കിൽ പറന്നു പോകാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഇഫ് ഹി വേർ ഹിയർ നൗ ഹി വുഡ് ഹെൽപ്പ് അസ്, അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് അവന് നമ്മളെ സഹായിക്കാനും കഴിയുകയില്ല. ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയാൻ ആദ്യം ഇഫും വേറും ഉപയോഗിച്ച് നടക്കാത്ത ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ സംഭവിക്കാനിടയില്ലാത്ത ആ കാര്യത്തെപ്പറ്റി പറയുക. ഉദാഹരണത്തിന്, ഇഫ് ഇറ്റ് വേർ ഈസിയർ, അത് എളുപ്പമല്ല, അത് എളുപ്പം ആകുകയുമില്ല. എന്നാൽ ആഗ്രഹം ഇതാണ്, അത് എളുപ്പമായിരുന്നെങ്കിൽ. ഇനി അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ വുഡ് എന്ന വാക്ക് ചേർത്ത് പറയണം. എവ്രി വൺ വുഡ് ഡു ഇറ്റ്, എല്ലാവരും അത് ചെയ്തേനെ. അത് എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും അത് ചെയ്തേനെ. ഇഫ് ഇറ്റ് വേർ ഈസിയർ എവ്രി വൺ വുഡ് ഡു ഇറ്റ്. അപ്പോൾ ഇനി നടക്കാത്ത സ്വപ്നങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങാം. ഇഫ് ഐ വേർ യു ഐ വുഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.